ഗുഡ് മോർണിംഗ്. ഇന്ന് എനിക്ക് സന്തോഷം ഉണ്ട് എന്നാൽ കുറച്ച് പേടിയും ഉള്ളൊരു ദിവസമാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ യാത്രയിൽ നമ്മൾ മാൽഹം കോവ് പോയില്ലേ, ആ സമയത്ത് ഞങ്ങൾ ഹൈക്ക് ചെയ്ത് മുകളിലോട്ട് ക്യാമ്പിംഗ് സ്പോട്ട് തേടി പോണ സമയത്ത് ഓപ്പോസിറ്റ് ട്രെയിലിൽ നിന്ന് മുകളിലോട്ട് ഒരു ചേട്ടൻ കയറി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കണ്ടപ്പോഴും മനസ്സിലായി മലയാളിയാണെന്നുള്ളത് മനസ്സിലായി. പുള്ളി ഒറ്റയ്ക്കായിരുന്നു കയറി വന്നോട്ടെന്ന് വെച്ചാൽ. ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ ഞങ്ങൾ ഹായ് പറഞ്ഞു, പുള്ളിയും ഹായ് പറഞ്ഞു. അത് അങ്ങനെ പോയി. അതിനുശേഷം ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഈ കാണുന്ന റീല് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന കമൻറ്റ് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പുള്ളിയാണ്, ഞങ്ങൾ ട്രെയിനിൽ വെച്ച് കണ്ട ചേട്ടനാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം പുള്ളി എനിക്ക് DM-നകത്ത് മെസ്സേജ് അയച്ചു, ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് ഒരുമിച്ച് എന്നുള്ള രീതിക്ക്. അപ്പോൾ എനിക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് വന്നു. ഓ ഇത് കൊള്ളാലോ, അങ്ങനെ പരിചയമില്ലാത്തൊരാളുടെ കൂടെ ട്രാവൽ ചെയ്ത് നോക്കാം എന്നുള്ള. അത് ഇൻ എ വേ നമുക്ക് പുതിയൊരാളെ പരിചയപ്പെടാനും പറ്റും, സിമിലർ ഇൻട്രസ്റ്റ് ഉള്ളത്. മാത്രമല്ല പുള്ളിക്ക് കാറുണ്ട്, അപ്പോൾ ലോക്കൽ ട്രാൻസ്പോർട്ട് എടുക്കേണ്ട. അപ്പോൾ ഞാനോടത്ത് ഈസി ആയിരിക്കും കുറച്ചും കൂടെ. കാരണം നമുക്ക് വണ്ടിയില്ലാത്തതുകൊണ്ട് നമ്മൾ കൂടുതലും ലോക്കൽ ട്രാൻസ്പോർട്ട് പ്രിഫർ ചെയ്താൽ പോകണത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് നമ്മൾ ബാക്ക് പാക്ക് ചുമന്ന് ഒരു സ്ഥലത്തെത്തി പിന്നെ ക്ലൈംബ് ചെയ്ത് അങ്ങനെ പോകുന്നത്. അപ്പോൾ പുള്ളി ഒരു വണ്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഓക്കെ വിൽ പ്ലാൻ സംതിങ് എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇംഗ്ലണ്ടിൽ തന്നെ 3ാമത്തെ ഹയസ്റ്റ് പീക്ക് എന്നറിയപ്പെടുന്ന ഹെൽവെലൻ ഹൈക്ക് ചെയ്യാനായിട്ട് പോവാണ്. മാത്രമല്ല ഞാൻ ഇന്നത്തെ ഹെൽവെലനിലെ വെതർ നോക്കിയപ്പോഴേക്കും ഈ കാണുന്ന പോലെ രാത്രി ആകുമ്പോഴേക്കും -5 -6 വരെ പോകുന്നുണ്ട്. എനിക്ക് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ പുതിയൊരു ടെൻറ്റ് മേടിച്ചിരുന്നു. അപ്പോൾ അത് എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്താൽ കൊള്ളുന്നുണ്ട് ഈ വെതറിനകത്ത് അങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത്. പിന്നെ ഈ വ്യക്തിയെ പരിചയപ്പെടാനായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. സോ മൊത്തത്തിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ഡേ ആണ് എനിക്കിന്ന്. സോ നമുക്ക് നോക്കാം ഇത് എങ്ങനെയായി തീരും എന്നുള്ളത്. യെസ്, അങ്ങനെ ഞാൻ ബാഗെല്ലാം പാക്ക് ചെയ്തു. ടെമ്പറേച്ചർ വളരെ ലോ ആയിരിക്കും. ഇന്നലെയൊക്കെ ആൾക്കാരെ ഹൈക്ക് ചെയ്തപ്പോഴും മൗണ്ടൻ്റെ മുകളിൽ സ്നോ ഒക്കെ വീണ കിടക്കുന്നത്. അത് കാരണം ഞാൻ റിസ്ക് എടുക്കുന്നില്ല. ഞാൻ കുറച്ച് ഡൗൺ ജാക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ബാഗിൻ്റെ വെയിറ്റ് ഒരു ഇത്തിരി കൂടുതലാണ്, മീൻസ് ഓൾമോസ്റ്റ് ഒരു 10-11 kg വരുന്നുണ്ട് ബാഗിൻ്റെ വെയിറ്റ്. പക്ഷേ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം പിന്നെ തണുത്ത് വിറച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ റിസ്ക് എടുക്കുന്നില്ല. എൻ്റെ ഉള്ളിനകത്ത് ചെറിയൊരു ഫിയർ ഉണ്ട്, ബട്ട് സ്റ്റിൽ ഐ നോ ഐ ക്യാൻ ഡു ദിസ്. A few moments later. ഇതാണ് സുരേഷ് ബ്രോ. നമ്മളിന്ന് എന്താ ചെയ്യാൻ പോണത്? നമ്മളിന്ന് ഹൈക്കിംഗ്. യെസ്, ഞങ്ങളിന്ന് ഹെൽവെലൻ സബ്മിറ്റ് ചെയ്യാൻ പോവാണ്. ഇംഗ്ലണ്ടിലെ 3rd ഹയസ്റ്റ് പീക്ക്. സോ ലെറ്റ്സ് സീ. ഡയറക്ഷൻ ഞാൻ എവിടെ കണ്ടപ്പോൾ പേടിച്ച. യെസ്, ഞങ്ങളങ്ങനെ കാർ പാർക്കിൽ നിന്ന് ഹെൽവെലനിലോട്ടുള്ള ട്രെയിനിലോട്ട് കയറി. ഇവിടെ ട്രെയിൽ തുടങ്ങുമ്പോൾ തന്നെ മൊത്തത്തിനകത്ത് സ്നോ കവേർഡായിട്ടാണ് നിൽക്കുന്നത് ചുറ്റിനും. മുകളിൽ എന്തായാലും നല്ല തണുപ്പായിരിക്കുന്നു വിചാരിക്കുന്നു. സുരേഷ് ചേട്ടൻ നല്ല മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്, മെല്ലെ മെല്ലെ കയറുന്നു. പക്ഷേ ഈ വഴി കാണാനായിട്ട് മൊത്തത്തിനകത്ത് അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി മുകളിൽ എന്താ അവസ്ഥ നോക്കാം.
ഇത് കണ്ടോ, ട്രെയിൽ മൊത്തം ഐസായിട്ട് ഇങ്ങനെ ഇരിക്കുക, ഗ്ലാസ് പോലെ കണ്ടോ, ഐസിൻ്റെ ഒരു പ്ലേറ്റ് പോലെ ഇരിക്കുന്നത് താഴത്ത് വരെ. മുകളിലോട്ട് മൊത്തം അങ്ങനെ. അതാണ് നമ്മളിപ്പോൾ സൈഡിനകത്ത് കല്ലിൻ്റെ മുകളിൽ കൂടെ ചവിട്ടി മെല്ലെ മെല്ലെ കയറും. കാരണം ഇതിൻ്റെ മുകളിൽ കൂടെ ചവിട്ടുകയാണെന്നുണ്ടെങ്കിൽ തെന്നിപ്പോവും. സോ നമ്മൾ ഈ എൻ്റെ അമ്മയെ സൈഡ് പിടിച്ച് കയറുക. യെസ് ഗൈസ്, നമ്മൾ 15 മിനിറ്റത്തോളമായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 100-200 മീറ്റർ മുകളിലോട്ട് കയറി. പക്ഷേ മുകളിലോട്ട് കയറുന്നതോടും ഐസ് കൂടി വരുവാണ്. ബ്ലാക്ക് ഐസ് തെന്നി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഒന്നും ആയിട്ടില്ല, ഇനിയും കയറാണ്ട് മുകളിലോട്ട്. സമയം ഇപ്പോൾ 2:30-3 മണി ആകുന്നുള്ളൂ. സുരേഷ് ചേട്ടാ, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? ഗോയിങ് ഗുഡ്. നമുക്ക് മുകളിലെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. ഞങ്ങൾ കുറച്ചും കൂടെ കയറി. ഓൾമോസ്റ്റ് ഒരു 300 അത്രേ ഉള്ളൂ. കാരണം പാത്ത് ഭയങ്കര സ്ലിപ്പറി ആയിരിക്കുന്നതുകൊണ്ട് മെല്ലെ കയറുന്നത്. മഴയൊന്നും ഇതുവരെ പെയ്തിട്ടില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. മുകളിലോട്ട് കയറുമ്പോൾ കാറ്റ് കൂടി വരുന്നുണ്ട്. സോ ഇനി കുറച്ചും കൂടെ ഉണ്ട്. ഞങ്ങൾ ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കുന്നു. നമുക്ക് അങ്ങ് എത്തണ്ട. അതല്ല സമ്മിറ്റ്, അതിൻ്റെ അപ്പുറമാണ് സമ്മിറ്റ്. നമുക്ക് പക്ഷെ അവിടെ എത്തുമ്പോൾ അറിയാം ഇനി അതിൻ്റെ അപ്പുറത്തോട്ട് എന്താണെന്നുള്ളത്. ബട്ട് സോ ഫാർ ഇറ്റ്സ് ഗുഡ്. ഞങ്ങൾ ആ എലിവേഷൻ കയറി മുകളിലോട്ട് എത്തി കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു ഓപ്പൺ വ്യൂ ഉള്ളൊരു സ്ഥലത്തോട്ട് എത്തി. ബാക്കിൽ സൺസെറ്റിൻ്റെ ആ ഒരു ഷെയ്ഡ്, ആ ഒരു ഗോൾഡൻ ലൈറ്റ്. സമ്മിറ്റിലോട്ട് എത്തിയിട്ടില്ല. സമ്മിറ്റ് അവിടെ ഇതിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 600 മീറ്റർ ഹൈറ്റിനകത്തായിട്ടുണ്ട്. ഹെൽവെലിൻ്റെ ടോട്ടൽ ഹൈറ്റ് വരുന്നത് 910 അങ്ങനെ എന്തോ വരുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി, ഇറ്റ്സ് ബ്രെത്ത് ടേക്കിംഗ്. കാരണം ചുറ്റിനും നല്ല സ്നോ കവേർഡ് ആയിട്ടുള്ള മൗണ്ടൻസാണ്. സുരേഷ് ബ്രോ അങ്ങെത്തി. സൺസെറ്റ് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇരുട്ടാവാൻ തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലോണം തണുപ്പും ആകുന്നുണ്ട്. ഇപ്പം എന്തോ -2 എന്താ ഉണ്ടോ, എനിക്ക് സംസാരിക്കുമ്പോൾ നാക്കൊക്കെ മരവിച്ചിട്ട് ബ്ലബ്ലാന്ന് പറയുന്നത്. പക്ഷെ എനിക്കറിയില്ല എങ്ങനെ നിങ്ങളോട് പറഞ്ഞ് തരണ്ടേന്ന്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നമ്മൾ ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ റെഡ് ടാൺ കാണാനായിട്ട് പറ്റും. അതാണ് റെഡ് ടാൺ. ആ കാണുന്നത് ഐ തിങ്ക് ഇത് സ്വിരൽ എഡ്ജോ സ്ട്രാൻഡിങ് എഡ്ജോ അങ്ങനെ എന്താണ് അതിൻ്റെ പേര്. ഇതും ഒരു സ്ക്രാമ്പിളാണ്. നമുക്ക് ഈ വഴിയും ആ വഴിയും താഴത്തോട്ട് ഇറങ്ങാനായിട്ട് പറ്റും. സൺസെറ്റ് അയക്കുന്നതുകൊണ്ട് തന്നെ വെളിച്ചമെല്ലാം പോയി. ഇനിയും മെല്ലെ ഇരുട്ടാവാനായിട്ട് തുടങ്ങും. ഞങ്ങളിനി ഇവിടെ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്.
പക്ഷേ കാറ്റ് രാത്രിയാകുമ്പോൾ കാറ്റ് വരുമോയെന്ന് അറിയില്ല. പക്ഷെ ക്ലിയർ സ്കൈ ഒക്കെ കാണിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കുറച്ച് നേരം കൂടെ ഇവിടെ നിന്നിട്ട് മെല്ലെ കണ്ടിപ്പിച്ച് ചെയ്യാം. യെസ്, ലെറ്റ്സ് ഗോ. ടെൻ്റ് പിച്ച് ചെയ്യാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ നല്ല കാറ്റ് വേണം. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ടെൻ്റെല്ലാം കൂടെ പറന്നു എന്ന് തോന്നുന്നു. പുറത്താണെങ്കിൽ -4 -5 ഒക്കെയാണ്. ഇതാണ് വൈൽഡ് ക്യാമ്പിങ്. എൻ്റെ നാക്കും ചുണ്ടെല്ലാം മരവിച്ച് സംസാരിക്കാൻ പറ്റണോ മര്യാദയ്ക്ക്. ഇതാണ് വൈൽഡ് ക്യാമ്പിങ്ങിൻ്റെ മറ്റൊരു സൈഡ്. നല്ല കാറ്റാണ്. ടെൻ്റ് പറന്നു എന്ന് തോന്നണം. എനിക്കറിയില്ല എന്താവുന്നു. ഞാനിപ്പോൾ കാറ്റൊക്കെ ഒന്ന് ശാന്തി ആയതിനു ശേഷം എല്ലാം അൺപാക്ക് ചെയ്യാമെന്ന് ഓർത്തിരിക്കുക. സ്ലീപ്പിംഗ് ബാഗെല്ലാം പുറത്തോട്ട്. ഇത് പക്ഷേ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ. പുറത്ത് എക്സ്ട്രീം കോൾഡും ഈ ഒരു വെതറും. ഷിറ്റ്, ഇനി നാളെ രാവിലെ ആവുന്നവരെ സർവൈവ് ചെയ്യണം നമ്മൾ. രാത്രി പറന്നു പോകുന്ന അറിയില്ല കേട്ടോ. യെസ്, സമയം ഇപ്പോൾ 8 മണിയായി. അപ്പം ഞാൻ ടെൻറ്റിൻ്റെ ഉള്ളിനകത്ത് എൻ്റെ സ്ലീപ്പിംഗ് ബാഗും സ്ലീപ്പിംഗ് മാറ്റും എല്ലാം സെറ്റ് ചെയ്തു. ഈ ടെമ്പറേച്ചറിനകത്ത് കുക്ക് ചെയ്യുന്ന ബുദ്ധിമുട്ടോ. സോ ഞാൻ കപ്പ് നൂഡിൽസാണ് കൊണ്ടുവന്നത്. സോ അതാകുമ്പോൾ നമുക്ക് വെള്ളം ബോയിൽ ചെയ്തിട്ട് ഒഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ സുരേഷ് ബ്രോൻ്റെ ടെൻറ്റിനകത്തായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ ഒരുമിച്ച് കുക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ടെൻറ്റിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഞാനപ്പോൾ എൻ്റെ സ്ലീപ്പിംഗ് മാറ്റും സ്ലീപ്പിംഗ് ബാഗും ഒക്കെ ആയിട്ട് സെറ്റായി. ഇനിയിപ്പോൾ 12 മണിക്ക് ശേഷം -5 -6 ഒക്കെ ആകുമെന്നാണ് റിപ്പോർട്ടിനകത്ത് ഞങ്ങൾ കയറുന്ന സമയത്ത് നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ അതാകണതിന് മുമ്പ് ഞാൻ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ ചെറുതായിട്ടൊരു വാം കയറിയിട്ടുണ്ട്. അപ്പോൾ അത് പോണതിന് മുമ്പ് അങ്ങ് ഉറങ്ങി കളയാമെന്ന് വിചാരിച്ചു. നമുക്ക് നോക്കാം ഈ നൈറ്റ് ഇങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റുമോ. എനിക്ക് കാണാൻ പറ്റുന്ന പോലെ നല്ല കാറ്റാണ് പുറത്ത്, നല്ല തണുപ്പുമുണ്ട്. രാവിലെ ആകുമ്പോഴേക്കും ടെൻറ്റ് പറന്നു പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു. എനിക്കറിയില്ല എന്താ പറയേണ്ടത്. നല്ല തണുപ്പുമുണ്ട്. ബട്ട് എനിക്ക് ഈ ടെൻറ്റ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നാളെ കാണാം. സമയം ഇപ്പോൾ വെളുപ്പിന് 7 മണിയായി. രാവിലെ ആയപ്പോഴേക്കും കാറ്റ് നല്ലോണം പിന്നെയും കൂടി. പുറത്തിപ്പോൾ ഓൾമോസ്റ്റ് -5 -6 എന്തുകൊണ്ടാണ്. ഇപ്പോൾ കാറ്റ് ഏതാണ് 25 km/h കാറ്റിനകത്താണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഫ്രീസിങ്. രാത്രി എനിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാനായിട്ടൊന്നും പറ്റിയില്ല. എന്തോ 2-3 hours വരെ ഉറക്കം കിട്ടി. പക്ഷെ അത് ഇതുപോലെ കാറ്റടിച്ച് എനിക്ക് പേടിയുണ്ടാവുന്നുണ്ടായിരുന്നു ഈ ടെൻറ്റ് ഇതായി വീഴുമോ എന്നുള്ളത്. പക്ഷേ ദൈവം സഹായിച്ച് ഇതുവരെ ടെൻറ്റ് വീണിട്ടില്ല. പക്ഷെ ഇപ്പോൾ രാവിലെ ആയപ്പോഴേക്കും കാറ്റിൻ്റെ ശക്തി നല്ലോണം കൂടിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഗായ്സ്. നല്ല കാറ്റാണ് രാവിലെ തന്നെ. 7:50-നാണ് സൺറൈസ് കാണിക്കുന്നത്. ഞാനിപ്പോൾ മെല്ലെ ടെൻറ്റിൻ്റെ ഉള്ളിനകത്തിരുന്ന് ഒരു ചായ ഉണ്ടാക്കുക. എൻ്റെ ടെൻറ്റിൽ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന്. ആൻഡ് സുരേഷ് ഏട്ടനും അടിപൊളിയായിരുന്നു. പുള്ളി കോൺഫിഡൻസ് തരുമായിരുന്നു. പുള്ളി ഇതിനു മുമ്പ് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടില്ല. പുള്ളി അങ്ങനെ ഫോട്ടോസും വീഡിയോസൊന്നും അങ്ങനെ ഇടുന്നല്ല. ബട്ട് പുള്ളിക്കറിയാം. നല്ലൊരു ജെൻറ്റിൽമാൻ ആയിരുന്നു പുള്ളി. സുരേഷ് ഏട്ടനെ ഞാൻ വിളിച്ചു. പുള്ളി എനിട്ടിട്ടില്ല തോന്നുന്നു. അപ്പോൾ സൺറൈസ് ആകാറാകുമ്പോഴേക്കും നോക്കാം. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് എൻ്റെ ബോട്ടിലോട്ട് നിറയ്ക്കാമെന്ന് വിചാരിക്കും. അതാകുമ്പോൾ കുറച്ച് വാമായിട്ടിരുന്നോളൂ. ആൻഡ് സൺറൈസ് വരുന്നത് വരെ ഇങ്ങനെ ഇരുന്ന്
വ്യൂ എൻജോയ് ചെയ്യാം. യെസ്, സുരേഷ് ഏട്ടനും കണ്ടിലോട്ട് വന്നിരിക്കുകയാണ്. നല്ല ഇറങ്ങിയ സുരേഷ് ഏട്ടാ, നല്ല കാറ്റുണ്ടായിരുന്നു. വിന്റർ സമയത്ത് സൺറൈസുകളും സൺസെറ്റുകളുമാണ് ബെസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഇത് നോക്കി, മെല്ലെ താഴത്തോട്ട് നമ്മൾ പാർക്കിങ്ങിലോട്ട് പോകും. സുരേഷ് ചേട്ടന് കാറുള്ളത് കൊണ്ട് ഞങ്ങൾ ഇന്ന് ട്രെയിനും ബസ്സൊന്നും പിടിക്കണ്ട. അപ്പോൾ കാറിലോട്ട് എത്തേണ്ടതാണ് ടാസ്ക്. പക്ഷെ താഴത്തോട്ടുള്ള വഴി ആകെ സ്ലിപ്പായിട്ടിരിക്കുക. അപ്പോൾ നമ്മളിനി വന്ന വഴി തന്നെ ഒന്നും കൂടെ സമ്മിറ്റ് അടിച്ചിട്ട് നേരെ താഴത്തോട്ട് പോകും. അല്ലേ സുരേഷ് ചേട്ടാ? യെസ്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വൈൽഡ് ക്യാമ്പിങ്ങിൻ്റെ റൂൾ നമ്പർ 1, നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ നമ്മൾ തന്നെ തിരിച്ചു കൊണ്ടുപോകുക എല്ലാം. നമുക്കപ്പോൾ മുകളിലോട്ട് പോയാലോ? Let's go. ഇന്നലെ രാത്രി മഞ്ഞിനകത്ത് മൊത്തം പൂണ്ടുപോയി. ഈ ഹൈറ്റിനകത്താണ് മഞ്ഞ് വന്നിരിക്കുന്നത്. ഓ, എന്ത് ഭംഗിയാ നോക്കി. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. സൂര്യ വന്നേക്കുന്നതുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട്. പക്ഷെ 360 ഡിഗ്രിയിൽ നല്ല ഭംഗിയുള്ള സ്നോ കവേർഡ് ആയിട്ടുള്ള മൗണ്ടൻസ്. യെസ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ തിരിച്ച് കയറി സമ്മിറ്റ് സ്റ്റോണിൻ്റെ അവിടെ എത്തി. ഇനിയിപ്പോൾ നമ്മൾ നേരെ താഴത്ത് കാർ പാർക്കിലോട്ടായിരിക്കും. ഇത് ഒരു അടിപൊളി അഡ്വഞ്ചർ ആയിരുന്നു. ലാസ്റ്റ് നൈറ്റ് ചത്തോന്ന് വിചാരിച്ച, പക്ഷെ ഒന്നും പറ്റിയില്ല. ജീവനോട് തിരിച്ചിട്ട് അത്രയും കാറ്റും ഇതുമായിരുന്നു. ഒന്ന് പേടിച്ചായിരുന്നു ഞാൻ. പക്ഷേ എല്ലാം ശാന്തിയായിട്ട് അവസാനിച്ചിരിക്കുന്നു. രാവിലെ നല്ലൊരു സൺറൈസും കിട്ടി. ഞങ്ങളിനി തിരിച്ച് കാറിലോട്ട് പോകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു അഡ്വഞ്ചറസ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.